നമസ്കാരം. ഞാൻ ലവകുമാർ, കേരള ഗവൺമെൻറ്റിൻ്റെ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ചയാളാണ്. ഞാൻ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം തുടർ പഠനത്തിലോട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാണ് വിഷയങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഞാൻ വിവരിക്കാൻ പോകുന്നത്. ദീർഘനാൾ പഠിക്കാം. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ +2 കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ +2 കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എംപ്ലോയബിലിറ്റിയിലോട്ട് പോവുകയുമാകാം. ദീർഘനാൾ പഠിച്ച് വളരെ വലിയ ഒരു സയൻറ്റിസ്റ്റായിട്ട് പോകുവാനുള്ള സാധ്യതയും നിങ്ങളിലുണ്ടായിരിക്കാം. അപ്പോൾ സയൻറ്റിസ്റ്റ് അഭിരുചിയുള്ള വിദ്യാർത്ഥികൾക്ക് അതനുസരിച്ച് ദീർഘനാൾ പഠിക്കട്ടെ. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിനു പറ്റിയ നല്ല മേഖല എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ മേഖലയാണ്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, +2 വിദ്യാഭ്യാസം. +2 വിദ്യാഭ്യാസത്തിലോട്ട് നിങ്ങൾ കടക്കുമ്പോൾ അവിടെ പല പല മേഖലകളുണ്ട്. അവിടെ ഹ്യൂമാനിറ്റീസ് മേഖലകളുണ്ട്, കോമേഴ്സ് മേഖലകളുണ്ട്, സയൻസ് മേഖലകളുണ്ട്. ഇങ്ങനെ പ്രധാനമായിട്ടും ഈ 3 മേഖലകളിലോട്ടാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതിൽ ഹ്യൂമാനിറ്റീസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പല വിദ്യാർത്ഥികളും ഇഷ്ടപ്പെടുന്നത് എനിക്ക് സിവിൽ സർവീസ് ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഹ്യൂമാനിറ്റീസ് പഠിച്ചാലല്ലേ എനിക്ക് വ്യക്തമായിട്ടും തന്നെ ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യങ്ങളും ലോകത്തെ കാര്യങ്ങളും സമുദായത്തെ പറ്റിയുള്ളതുമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പല ചോദ്യങ്ങളും വരുന്നത് സമുദായത്തെ പറ്റിയാണ്, ലോകത്തെ പറ്റിയാണ്, ജോഗ്രഫിയെ പറ്റിയാണ്, എക്കോണമിക്സിനെ പറ്റിയാണ്, ഹിസ്റ്റോറിക്കൽ സയൻസിനെ പറ്റിയാണ്. ഒക്കെ ചിന്തിക്കുമ്പോൾ ഹിസ്റ്ററി എടുത്താലോ എന്ന് ചിന്തിക്കാം. ഓക്കെ, നിങ്ങൾക്കങ്ങനെ ചിന്തിക്കാം. നിങ്ങൾക്ക് ഹിസ്റ്ററി എടുക്കാം. ഹിസ്റ്ററി നല്ലൊരു മേഖലയാണ്. അതിനകത്ത് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ഈ ഹിസ്റ്ററി പഠിക്കാം. അതുപോലെ ജോഗ്രഫി പഠിക്കാം. ജോഗ്രഫി നല്ലൊരു സയൻസ് മേഖല കൂടിയാണ്, ജോഗ്രഫിക്കൽ സയൻസ്. ജോഗ്രഫി പഠിക്കാം. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് അതിനകത്ത് വിഷയമായിട്ടുള്ളത്. പൊളിറ്റിക്സ് പഠിക്കാം. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഇതിനകത്ത് വരുന്ന ഘടകങ്ങളാണ്. അതുപോലെ സാമ്പത്തിക ശാസ്ത്രമുണ്ട്, എക്കോണമിക്സ്. വളരെ വളരെ ഫലവത്തായ ഒരു മേഖലയാണ് എക്കോണമിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ആ എക്കോണമിക്സും ഈ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൽ വരുന്നതെങ്കിലും അതിനകത്ത് മാത്തമാറ്റിക്സ് കൂടി അതിനകത്ത് ഇൻവോൾവ് ആകും. എന്നാൽ മാത്രമേ ഒരു എക്കോണമിക്സിൽ നല്ലൊരു എക്കോണമിസ്റ്റായി മാറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹ്യൂമാനിറ്റീസിനോടൊപ്പം ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നന്നായിട്ട് പബ്ലിക്കുമായി ഇടപഴകുവാനുള്ളതും ഒരു ഇൻ്റർപേഴ്സണൽ സ്കില്ല് റിലേഷൻഷിപ്പ് നിങ്ങൾക്കുണ്ടെങ്കിലും പബ്ലിക്കുമായിട്ട് നന്നായിട്ട് ഇടപഴകുവാനും നിങ്ങൾക്ക് നല്ലൊരു ജേർണലിസത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് വളരെ നല്ലതാണ്. അതിലോട്ട് സെലക്ട് ചെയ്യാം. ഇനി ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം, എനിക്ക് അക്കൗണ്ടിംഗ് ആണ് വേണ്ടത്. അക്കൗണ്ടിംഗ് ആണ്, സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം, ഒരു ഫാക്ടറി തുടങ്ങണം, ഒരു ആൻട്രപ്രണർഷിപ്പ് തുടങ്ങണം എന്നാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് കോമേഴ്സ് സബ്ജക്റ്റ്. കോമേഴ്സ് സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. അവിടെ ബിസിനസ് ആൻഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, ഒരു പേപ്പർ ഉണ്ടായിരിക്കും. അതുപോലെ കോമേഴ്സിൻ്റെ ഒരു പേപ്പർ ഉണ്ടായിരിക്കും. അവിടെയും എക്കോണമിക്സ് എന്ന് പറയുന്നൊരു പേപ്പർ ഉണ്ടാകാം. ഇങ്ങനെയുള്ള പേപ്പറുകൾ നിങ്ങൾ പഠിക്കാം. അക്കൗണ്ടിംഗ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. അക്കൗണ്ടിങ്ങും കോമേഴ്സും ബാങ്കിങ്ങും തുടങ്ങിയിട്ടുള്ള മേഖലകളാണ് ഇതിനകത്ത് കൂടുതലും വരുന്നത്. അപ്പോൾ ഒരു ബാങ്കിനെ പറ്റി പഠിക്കാനും ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളും ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻസും ഒക്കെ ഇതിനകത്ത് വരാം. ചില വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ട്, എനിക്ക് എബ്രോഡിൽ പോകാനാണ് താല്പര്യം, യുണൈറ്റഡ് കിങ്ഡത്തിൽ പോകണം, UK പോകണം, അതുപോലെ യൂറോപ്പിൽ പോയി വർക്ക് ചെയ്യണം. അത് കോമേഴ്സിൽ എന്ത് വിഷയം പഠിച്ചാലാണ്? അപ്പോൾ അവർക്കറിയാം ഇവിടെ ACCA എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. ACCA എന്ന് പറയുന്നൊരു അക്കൗണ്ടിങ് കോഴ്സാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറിഷിപ്പ്, CA, CS, CMA, അതുപോലെ ACCA, അസോസിയേറ്റഡ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന കോഴ്സ്. ഈ അസോസിയേറ്റ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്ന ACCA കോഴ്സ് എന്ന് പറയുന്നതിൻ്റെ ആസ്ഥാനം ലണ്ടനിലാണ് ഇതിൻ്റെ ആസ്ഥാനം. അവിടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ലണ്ടനിലാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം, ഇവിടെ തന്നെ പരീക്ഷ എഴുതാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോമേഴ്സ് പഠിച്ചതിന് ശേഷം അതിൻ്റെ മുകൾ തട്ടിലുള്ള പഠനം BComന് ചെല്ലുമ്പോൾ BCom വിത്ത് ACCA പഠിക്കാം, BCom വിത്ത് CA, കമ്പനി സെക്രട്ടറിഷിപ്പ്, BCom വിത്ത് CMA,
എന്നുള്ള വ്യത്യസ്തമായ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. CPA പോലെയുള്ള കോഴ്സുകൾ പഠിക്കാം. അങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ കോമേഴ്സ് സബ്ജക്റ്റ് എടുത്ത് അതിനകത്തോട്ട് നിങ്ങൾക്ക് കയറി പഠിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു മാർഗം, കോമേഴ്സ്. ഇനി പലപ്പോഴും തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലുള്ള മനസ്സിലുള്ള പാരൻസിൻ്റെ മനസ്സിലുള്ളത് എൻ്റെ മകനെ മകളെ ഒരു ഡോക്ടറാക്കണം, ഒരു എഞ്ചിനീയറാക്കണം. കുട്ടികൾക്കും ആ മനസ്സുള്ള കുട്ടികളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ സെലക്ട് ചെയ്യേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് സയൻസ് സബ്ജക്റ്റാണ്. എഞ്ചിനീയറിംഗ് സയൻസ് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ സബ്ജക്റ്റ് എടുത്തുകൊണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിലോട്ട് നിങ്ങൾക്ക് ഡിഗ്രി +2 കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി തലത്തിൽ എഞ്ചിനീയറിംഗ് മേഖലയിലോട്ട് പോകാം. എന്നാൽ മെഡിക്കൽ മേഖലയിലോട്ടാണ് പോകേണ്ടത്, പാരാമെഡിക്കൽ മേഖലയിലോട്ടാണ് പോകേണ്ടത്, ആനിമൽ ഹസ്ബൻഡറിയിലോട്ടാണ് പോകേണ്ടത്, അഗ്രികൾച്ചറിലോട്ടാണ് പോകേണ്ടത്, ഫിഷറീസ് മേഖലയിലോട്ടാണ് പോകേണ്ടത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറയുന്ന മേഖലയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾ 3 മേഖലകൾ. അപ്പോൾ ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ്, സയൻസ് മാത്തമാറ്റിക്കൽ സയൻസിൻ്റെ മേഖലയാണ്, ബയോളജിക്കൽ സയൻസിൻ്റെ മേഖലയാണ്. രണ്ടും ചേർന്ന് പഠിക്കുകയും ചെയ്യാം. മാത്സും ബയോമാത്തമാറ്റിക്സ്, ബയോളജിക്കൽ സയൻസും മാത്തമാറ്റിക്കൽ സയൻസും ഫിസിക്സ്, കെമിസ്ട്രിയും തുടങ്ങി സംയുക്തമായി നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. അങ്ങനെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുന്ന മേഖല കൂടിയാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ഈ സയൻസ് മേഖല നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ തുടർ പഠനം വീണ്ടും ഇത് പഠിച്ചത് കൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടണമെന്നില്ല. എന്നാൽ +2 പഠിച്ചിട്ട് നിങ്ങൾക്കൊരു ജോലിക്ക് പോകാൻ NSQFൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾ +2-ൽ അവിടെ ചേർന്ന് പഠിക്കുമ്പോൾ തന്നെ NSQFൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന വൊക്കേഷണൽ കോഴ്സുകൾ പഠിക്കുക. സ്കിൽ കോഴ്സുകൾ, VHSC എന്ന് പറയുന്ന നേരത്തെ ഇപ്പോൾ സ്കിൽ കോഴ്സുകളാണ്. ആ NSQFൻ്റെ സ്കിൽ കോഴ്സുകളും കൂടെ ചേർന്നുള്ളൊരു പഠനം നടത്തുകയാണെങ്കിൽ ഇവിടെ +2 കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് NSQFൻ്റെ 4th ലെവൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ആഗോള തലത്തിൽ വാലിഡിറ്റിയുള്ള 4th ലെവൽ സർട്ടിഫിക്കറ്റ് കിട്ടും. 180 രാജ്യങ്ങളിൽ വാലിഡിറ്റി ഉള്ളതാണ് NSQFൻ്റെ സർട്ടിഫിക്കറ്റ്. അതുകൊണ്ട് നിർബാധം നിങ്ങൾക്ക് ലോകത്താകമാനം പോയി നിങ്ങൾക്ക് ജോലിയെടുത്ത് പഠിക്കാം. അതുമാത്രമല്ല NSQFൻ്റെ +2 പഠനത്തോടൊപ്പം NSQF സർട്ടിഫിക്കറ്റിൻ്റെ ക്വാളിഫിക്കേഷനാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ VHSCയിൽ ചേരുമ്പോൾ അവിടെ ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരിക്കും, ഫീൽഡ് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കും, സ്കൂളിലുള്ള പഠനം, സ്കൂളിൽ തിയറിയും പ്രാക്ടിക്കലും സ്കിൽ എഡ്യൂക്കേഷനും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രായോഗിക പഠനത്തിന് നിങ്ങൾ റിയൽ വർക്ക് ഫീൽഡിൽ പീരിയോഡിക്കലി അവിടെ പോയി നിന്നുകൊണ്ടുള്ള പഠനം അങ്ങനെ പഠിച്ച് പൂർത്തിയാക്കി വരുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ എലിജിബിലിറ്റി വരുന്നത്, സർട്ടിഫിക്കറ്റ് കിട്ടുന്നതും. ഇവാലുവേഷന് നാഷണൽ ബോഡിയാണ് വന്ന് നിങ്ങളുടെ ഇവാലുവേഷൻ നടത്തുന്നത്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യുമ്പോൾ കേരളത്തിനുള്ള സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ NSQFൻ്റെ നാഷണൽ ലെവൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പ്രായോഗികമായിട്ട് ചില സ്കിൽ കൂടെ പഠിക്കണമെങ്കിൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ചേർന്ന് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ സയൻസ് സ്ട്രീം പഠിക്കുമ്പോൾ തന്നെ അവിടെ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ സബ്ജക്ട്സ് കൂടെ പഠിക്കും. അതിൽ നിങ്ങൾക്ക് ആർട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ, അതിൽ ഡ്രോയിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ, മ്യൂസിക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ലളിതകലാ അക്കാദമി എന്ന് പറയുന്നൊരു മേഖലയുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ലളിതകലാ അക്കാദമിയിൽ ചേർന്ന് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അവിടെ മ്യൂസിക്കിലുള്ള പഠനത്തിലോട്ട് നിങ്ങൾക്ക് പ്രവേശിക്കാം. അങ്ങനെയുള്ള ധാരാളം മേഖലകളുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തുടർ പഠനം ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന മേഖല മെയിനായിട്ട് ഞാൻ സൂചിപ്പിച്ചു, ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ്, സയൻസ്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.